ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. കുഞ്ഞാച്ചിയുടെ ബർത്ത്ഡേക്ക് പോകുന്ന വീഡിയോ ആണ്. കുഞ്ഞിന് തേജസ്മോന് പനിയായതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും താമസിച്ചു പോയി. അപ്പോൾ നമുക്ക് അന്നത്തെ കാഴ്ചകളിലേക്ക് പോകാം. തേജസ്മോൻ അപ്പൂപ്പൻ്റെ മടിയിലിരിക്കുകയാണ്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കോളേജ്, പന്തളം NSS കോളേജ്. ഇവിടെയാണ് ഞാൻ BA പഠിച്ചത്. NSS ട്രെയിനിങ് കോളേജും ഇതിനകത്ത് തന്നെയാണ്. അവിടെയായിരുന്നു BEd ചെയ്തത്. MA ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ സമ്മാനിച്ച ഇടം കൂടിയാണ് പന്തളം NSS കോളേജ്. ഇത് പന്തളം ബോയ്സാണ്, NSS ബോയ്സ്. ഇത് NSS ഗേൾസിലാണ് ഞാൻ BEdൻ്റെ ട്രെയിനിങ് സമയത്ത് വന്നത്. ഇത് ഞങ്ങളിവിടെ പന്തളത്തിറങ്ങി. ഇത് പന്തളം മുനിസിപ്പാലിറ്റിയാണ് ഈ കാണുന്നത്. പന്തളത്തിന് ബസ്സിൽ കയറി. ഇത് പന്തളം മഹാദേവ ക്ഷേത്രം ആണ്. മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ ആണ് ഞാൻ പഠിപ്പിച്ച സ്കൂളുള്ളത്. തേജസ്മോനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കിനും അവിടെയാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ കരിപ്പുഴ വന്നു. കരിപ്പുഴ വന്നിട്ട് ഹരിപ്പാടിനടുത്താണ് കരിപ്പുഴ. അവിടെ വന്ന് ബേക്കറിയിൽ കയറി കുഞ്ഞാച്ചയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. തേജസ്മോൻ എപ്പോഴും പുറത്തോട്ടാണ് കണ്ടത്. അയാൾക്ക് എപ്പോഴും വണ്ടി കണ്ടാൽ മതി, പലഹാരമൊന്നും നോട്ടമൊന്നുമില്ല. കുഞ്ഞ് പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. അവിടെ ബസ് പോകുന്നുണ്ട്. ബസ്സും വണ്ടികളൊക്കെ പോകുന്നത് നോക്കി അപ്പൂപ്പൻ്റെ കയ്യിലെങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് ഒന്നും അനങ്ങുന്നില്ല. അയാൾ വെളിയിലോട്ട് നോക്കി തന്നെ ഇരിക്കുക. കണ്ടോ, പുറത്തോട്ട് നോക്കി ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ചു കരിപ്പുഴയിലേക്ക് പോവുകയാണ്. നല്ല നയനമനോഹരമായ കാഴ്ചകളാണ് ഇനിയുള്ളത്. ദാണ്ട് പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ ദാണ്ട് നമുക്ക് കുഞ്ഞ് ദാണ്ട് അവൻ ചൂണ്ടയിട്ട് ഇരിക്കുകയാണ് രാവിലെ. പക്ഷേ മീനൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇനി നമ്മൾ കരിപ്പുഴ ആറാണ് ഈ കാണുന്നത്. ഈ ആറിൽ കൂടി അക്കരെ പോകണം. ഇത് ഒന്നാമത്തെ പാലമാണ്. കരിപ്പുഴയിൽ നമ്മൾ പോകുമ്പോൾ ഉള്ള ഒന്നാമത്തെ പാലം. ഇവിടുന്ന് വീണ്ടും കുറച്ചും കൂടിയൊക്കെ അകത്തേക്ക് പോകണം. കുറച്ച് വീണ്ടും നെൽപ്പാടങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി. ഇത് വള്ളപ്പുരയാണ് കേട്ടോ. ഇവർക്കൊരു വള്ളമുണ്ട് സ്വന്തമായിട്ട് ഈ കരയ്ക്ക്. എൻ്റെ വള്ളപ്പുരയാണ് കാണുന്നത്. വീണ്ടും നമ്മൾ എൻ്റെ അരികിൽ കൂടി ദാണ്ട കരിപ്പുഴയിലെ അടുത്ത പാലം വന്നു. 28 കടവെന്നാണ് ഇവിടെ പറയുന്നത്. ഈ പാലത്തിൽ കയറുമ്പോൾ പേടിയാണ് കേട്ടോ, അധികം വീതിയില്ല. അപ്പോൾ ചെറിയ പാലത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പള്ളി പെരുന്നാളാണ്. അതുകൊണ്ട് ഇവിടെ ദാണ്ടെ മുത്തുക്കുടകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടി അകത്തേക്ക് പോകണം. ഈ യാത്രയെല്ലാം കരിപ്പുഴ ആറിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, കരിപ്പുഴയിലെ ആറാണ് ഇത്. അവരുടെ കടവാണ്. ഒരു വള്ളമൊക്കെ കിടപ്പുണ്ട്. ഈ കടവിൻ്റെ അവിടെ അടുത്തിറങ്ങി ഇനി നമ്മൾ വീണ്ടും ഒരു 10 അടി അങ്ങോട്ട് നടക്കണം. അപ്പോഴാണ് കുഞ്ഞാച്ചിയുടെ വീട്. കുഞ്ഞാച്ചിയൊന്നും ഇവിടെ ഇല്ല. അവരുടെ അപ്പാപ്പൻ്റെ കുഞ്ഞിൻ്റെ പേരിടിയിലാണ്. അപ്പോൾ അതിന് പോയേക്കുവാണ്. കഥയൊക്കെ ചാരിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞാച്ചിയുടെ കൂട്ടുകാരിയാണ് കല്യാണി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ തൊട്ടയലത്ത് തന്നെ ഉള്ളതാണ്. ഇവിടെ നിറയെ വീടുകളുണ്ട്. തേജസ്മോൻ വന്ന് കട്ടിലേക്ക് കിടന്ന് അയാൾ കളിയും തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു തേജസ്മോനെ ഇഷ്ടപ്പെടത്തില്ല, എപ്പോഴും ആൾക്കാരും ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി കരയുമോ എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ അയാൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ അയാൾ ഹാപ്പി. അയാൾ കട്ടിലേക്ക് കിടന്ന് കളിക്കാൻ തുടങ്ങി. ചേച്ചിമാരെ ആരെയും കണ്ടില്ല, ആരും ഇല്ല ഇവിടെ. ഇനി വൈകുന്നേരം വരുമ്പോഴത്തേക്കിന് കാണത്തുള്ളൂ. എല്ലാവരും വന്നു. ഇത് ചേട്ടൻ്റെ അമ്മയാണ്. വെള്ളം എടുക്കാൻ പോവുകയാണ്. അവിടെ തൊട്ടപ്പുറത്ത് കിണറുണ്ട്. അവിടെ നിന്ന് വെള്ളം എടുക്കുകയാണ്. അവിടുത്തെ കിണർ കോരി പറ്റിച്ചില്ല, അതുകൊണ്ട് അപ്പുറത്തെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവുകയാണ്. കുഞ്ഞാച്ചി, ഇതാണ് നമ്മുടെ കുഞ്ഞാച്ചി. വീഡിയോയിൽ വന്നിട്ടുണ്ട്. കുഞ്ഞാച്ചിയുടെ ചേച്ചിയാണിത്. കുഞ്ഞാച്ചിയുടെ വല്യച്ഛൻ്റെ മോളാണിത്. ചേച്ചിമാരോടുകൂടെ അയാളിങ്ങനെ കൂടി അവർ കളിക്കുന്നതിനൊക്കെ ഇരിക്കുകയാണ് തേജസ്മോന് അവരുടെ കൂടെ ഓടിച്ചാടണമെന്നൊക്കെ ഉണ്ട്. കുഞ്ഞിനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കണം. വിഷമമൊന്നും അറിയത്തില്ലായിരിക്കും. എന്തായാലും അവർ കളിച്ചപ്പോൾ ഇയാൾ അച്ഛൻ്റെ കയ്യിലിരുന്ന് തുള്ളുമായിരുന്നു. അവരുടെ കൂടെ കളിക്കണമെന്ന് കുഞ്ഞിനുണ്ട്. പിന്നെ അപ്പൂപ്പൻ്റെ മടിയിലിരുന്ന് എല്ലാവരെയും നോക്കിയൊക്കെ കാണും. ഇത് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോവാണ് കേട്ടോ. ഞങ്ങൾ ചേച്ചിയും മോനും കൂടെ അവിടെ അങ്ങേയറ്റത്ത് വയലാണ്. അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞാച്ചി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അയാൾക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലും ചേട്ടന്മാരെ കാട്ടി
തേജസ് മോൻ ഇഷ്ടം ചേച്ചിമാരോടാണ്. ചേച്ചിമാരോട് പെട്ടെന്ന് കൂട്ടുകൂടും. അപ്പോൾ നമ്മൾ ഈ അങ്ങേറ്റത്ത് പോയി അവിടെ വയൽ നല്ല കാഴ്ചയാണ് കാണുന്നത്, നല്ല രസമാണ് കാണാൻ. നമുക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മീൻ കൊണ്ടുവന്ന് കറി വെക്കുകയും വറക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്. ഈ വയലിൽ നിന്നല്ല, ഇതിൻ്റെ താഴെ ചേട്ടൻ്റെയൊക്കെ സ്വന്തം വയലുണ്ട്. അവിടെ നിന്നും പിന്നെ ആറ്റിൽ നിന്നുമൊക്കെ പിടിക്കുന്ന മീനാണ് കൊണ്ടുതരുന്നത്. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും പിടിക്കുമായിരിക്കും, അറിയത്തില്ല. എല്ലാവർക്കും എല്ലാ വയലിൽ നിന്നും പിടിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലവണ്ണം മീൻ കാണും. ഇപ്പോൾ ഇനി അവർ കൃഷിയൊക്കെ ഇറക്കാനുള്ള സമയമാണ്. അപ്പോൾ അതിനെല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെടുത്ത ഫോട്ടോയാണ്. തേജസ് മോനും ചേച്ചിയും കൂടെ എടുത്ത ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോകളാണത്. തേജ് ഭയങ്കര സന്തോഷിച്ചൊക്കെ ഇരിക്കുക. അമ്മയും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയും ഞങ്ങളുടെ കൂടെ വന്ന്. ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. അയാൾക്ക് മയക്കമൊക്കെ വരുന്നുണ്ട്. യാത്രാക്ഷീണം കാണും കുഞ്ഞിന്. കുഞ്ഞാച്ചിയുടെ കേക്ക് വന്നു. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കിടക്കുകയാണ്. ഓ ഹാപ്പി ബർത്ത്ഡേ നന്ദൂട്ടി. നന്ദൂട്ടി എന്നാണ് കുഞ്ഞാച്ചി അവിടെ എല്ലാവരും വിളിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിൻ്റെ അലങ്കാരപ്പണികളെല്ലാം ചെയ്തത് കുഞ്ഞാച്ചി അവരുടെ ചേച്ചിമാരും കൂടെ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്കും വന്നു. അവർ 28-8 പോയിട്ട് വന്നിട്ടാണ് പിന്നെ അവിടെ നിന്ന് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തത്. എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ നന്നായി നടന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് കടവിൽ നിന്ന് ഇവിടെ അടുത്തൊരു ഓട്ടോയുണ്ട്. നമ്മൾ ഓട്ടോയിൽ നിന്ന് വേണം വീണ്ടും കരിപ്പുഴ ജംഗ്ഷനിലോട്ട് പോകാൻ. തേജസ്മോ വല്യമ്മച്ചിയുടെ തോളിൽ അങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ്. ഞാൻ എന്തായാലും കടവിലൊന്ന് ഇറങ്ങി നോക്കും. ഇവിടെ ഭയങ്കര മീനൊക്കെ ഉണ്ട്. നമ്മൾ വറക്കാൻ പറ്റുന്ന അത്രയും സൈസ്, കറി വെക്കാനൊക്കെ പറ്റുന്ന സൈസിലാണ്. കണ്ടോ? ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നില്ല എങ്കിലും അത്യാവശ്യം കറി വെക്കാൻ പറ്റിയ വലിയ മീനുകളാണ്. ഒരു വാളയും വന്നു കേട്ടോ. പക്ഷേ ഞാനത് വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് വന്നില്ല, വെയിൽ കൊണ്ടായിരിക്കാം, അത് കിട്ടിയില്ല. അതുകൊണ്ട് ഇത് കുഞ്ഞാച്ചി, അവിടെ വല്യച്ഛൻ്റെ മോള്. അപ്പോൾ രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോവുകയാണ്. അവരുടെ സ്കൂൾ ബസ്, നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ സ്കൂൾ ബസ് വന്ന്, അതുകൊണ്ട് അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അതിൽ കയറുകയാണ്. കരിപ്പുഴയാണ് രണ്ടുപേരും പഠിക്കുന്നത്. കുഞ്ഞാച്ചി 5ാം ക്ലാസ്സിലാണ്, അവർ ചേച്ചി 6ലാണെന്ന് തോന്നുന്നു. മൂത്ത മോള് രാവിലെ തന്നെ അവൾ പോയി. പിന്നെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വരാനായിട്ട് നിന്നെയാണ്. അപ്പോൾ സ്കൂൾ ബസ് വന്ന് അവരതിൽ കയറിപ്പോയി. ഞങ്ങൾ അതിൻ്റെ പുറകെ തന്നെ പോവുകയാണ്. കാരണം നമുക്ക് കരിപ്പുഴ ജംഗ്ഷനിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഓട്ടോയിലിരുന്ന തേജസ്മോൻ ഭയങ്കര ചിരിയാണ്. ഇതൊക്കെ ഓട്ടോയിൽ പോകുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കടകടാതെ ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. നമ്മൾ വരുന്ന വഴി മാങ്കാങ്കുഴിയിൽ കണ്ട ഒരു ബാനറാണിത്. വോട്ട് ചോദിച്ച് ഈ വഴി താഴോട്ട് വരലേ, നാണക്കേടാണ് നിങ്ങൾക്കല്ല. ഇപ്പോൾ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആ പ്രദേശവാസികൾ ചെയ്തതായിരിക്കാം. എന്തായാലും കഴിഞ്ഞ ജനപ്രതിനിധികളോടുള്ള പ്രതിഷേധമായിരിക്കാം അവരിങ്ങനെ പോസ്റ്ററിൽ കൂടി പ്രദർശിപ്പിച്ചത്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.